ഇതാണ് പുന്നമട ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമായ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ആലപ്പുഴയിൽ വർഷം തോറും നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾ തങ്ങളുടെ മത്സരം ഫിനിഷ് ചെയ്യുന്ന സ്ഥലം. ഈ ചാനലിലൂടെ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും പുന്നമട ഫിനിഷിംഗ് പോയിന്റിലേക്ക് ക്യാമറാമാൻ സഞ്ജയ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം 5:30 ഒരു കവി പാടിയതുപോലെ യാത്രയാകുന്നു പകൽ സന്ധ്യതൻ കവിളത്ത് നേർത്ത ചുംബനം നൽകി ഖിന്നമാനസത്തോടെ സന്ധ്യയോ തുടുത്തരക്കവളിൽ അനുരാഗ നൊമ്പരം കൊണ്ട് കാവ്യതല്ലഞ്ഞം ഇടർത്തുന്നീൻ എന്ന് പറഞ്ഞാൽ പകൽ യാത്രയെ പറയുമ്പോൾ സന്ധ്യയുടെ കവിളത്ത് ഒരു ചുംബനം നൽകിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സന്ധ്യ തൻ്റെ കവിളിങ്ങനെ തുടുത്ത് ചുവന്നിരിക്കുക. അതിൻ്റെ ഒരു സൗന്ദര്യമാ ഇപ്പോൾ നിങ്ങൾ ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര സുന്ദരമാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ സൈഡിൽ കാണുന്നത് ഹൗസ് ബോട്ട് അവരുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഈ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. അങ്ങ് ദൂരെ നോക്കുമ്പോൾ ദൂരത്തു നിന്നും ഹൗസ് ബോട്ടുകളും വള്ളങ്ങളും ഇവിടേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. വൈകുന്നേരമായപ്പോൾ അവരുടെയൊക്കെ യാത്ര കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടേക്ക് അവരുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിരുന്ന ഒരു സ്ഥലമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ചത് 1952 ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോഴാണ്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമായിട്ടാണ് ഈ വള്ളംകളി നടത്തിയത്. ഈ വള്ളംകളിയുടെ ആകർഷണം എന്ന് പറഞ്ഞാൽ 1000 ഫീറ്റിൽ അധികം നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്. നെഹ്റു കോട്ടയത്ത് നിന്നും ആലപ്പുഴയിൽ കുട്ടനാടിലൂടെ ഒരു യാത്ര നടത്തി ഒരു ബോട്ടിൽ. അന്ന് വള്ളംകളി നടത്തിയപ്പോൾ നടുഭാഗം ചുണ്ടനായിരുന്നു ഫസ്റ്റ് എത്തിയത്. ഇത് കണ്ടുകൊണ്ടിരുന്ന നെഹ്റു ആവേശത്തോടെ എല്ലാ സെക്യൂരിറ്റിയും മറന്ന് നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കയറി. അങ്ങനെ 1952 അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഒരു സിൽവർ ട്രോഫി വിജയിക്ക് നൽകി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഇവിടെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ഹൗസ് ബോട്ടുകൾ തങ്ങളുടെ യാത്രകൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം അവർ ഓരോ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് കെട്ടിയിടുകയാണ്. ആ ഓളപ്പരപ്പിൽ എല്ലാം ഈ വള്ളങ്ങൾ ഇങ്ങനെ കിടന്നാടുന്നുണ്ട്. എന്നാൽ ഇതൊരു നിത്യ തൊഴിലായതുകൊണ്ട് അവർക്കിതൊന്നും ഒരു വിഷയമില്ല. ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ എല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു പവലിയനാണ്. പൊതുജനങ്ങൾക്ക് ഇരിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന പവലിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ വളരെ സുഖമായിട്ട് ഈ വള്ളംകളിയും ഇതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങ് ദൂരെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നതാണ് VIP പവലിയൻ. ഇവിടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്യു ഇട്ടിട്ടുണ്ട്. ആ സ്റ്റാച്യുവിലെ സൂര്യകിരണങ്ങളൊക്കെ അതിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. VIP ഗാലറികളെല്ലാം ഇവിടെയാണുള്ളത്. ഇവിടെ നിന്നാണ് ഫിനിഷിംഗ് പോയിന്റിൽ ഇരുന്നുകൊണ്ടാണ് ഇവിടുത്തെ കളികളൊക്കെ VIPകളൊക്കെ ദർശിക്കുന്നത്. അങ്ങനെ പുന്നമട കായലിൻ്റെ മുഴുവൻ ദൃശ്യഭംഗി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങും കാണാത്ത, എങ്ങും ആസ്വദിക്കാൻ കഴിയാത്ത, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗന്ദര്യമാണ് ഇപ്പോൾ നിങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രാ ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം സന്ധ്യയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ പവലിയനിലൊക്കെ ആൾക്കാർ വന്നിരിക്കും. ഇവരൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തന്നെയാണ്. വീണ്ടും ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് കയറുകയാണ്. ഞങ്ങളുടെ ടീം ഇന്ന് ഈ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഈ ഹൗസ് ബോട്ടിലെ എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തന്നിട്ടുണ്ട്. ഇന്നത്തെ രാത്രി മുഴുവൻ ഞങ്ങൾക്ക് ചിലവഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ സംഘാടകർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഹൗസ് ബോട്ടിലെ യാത്രയെന്ന് പറഞ്ഞാൽ വളരെ ഓർക്കുവാൻ, ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കയറി ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ പോവുകയാണ്. ക്യാമറാമാൻ സഞ്ജയനോടൊപ്പം റിപ്പോർട്ടർ ബാബു സേനൻ.